2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ അതിൻ്റെ ഫലം വന്ന ദിവസം BJP നേതൃത്വം നടുങ്ങുകയായിരുന്നു. ഏറ്റവും കൂടുതൽ സീറ്റ് സ്വാഭാവികമായി ലഭിക്കും എന്ന് കരുതിയ UP എന്ന സംസ്ഥാനത്ത് BJPയുടെ പ്രകടനം പരിതാപകരമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. UP മഹാരാഷ്ട്രയും കൈവെള്ളയിൽ നിന്നും പോയോ എന്നുള്ള രാഷ്ട്രീയവാദം BJP ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. UP പോലെ തന്നെ മധ്യപ്രദേശിലും 33 സീറ്റ് UPയിലാണെങ്കിൽ 29 സീറ്റ് മധ്യപ്രദേശിൽ നിന്ന് നേടി. അതിന് പരിപൂർണമായും കാരണക്കാരൻ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന വ്യക്തി തന്നെയാണെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ആ ശിവരാജ് സിംഗ് ചൗഹാന് അധികാര കേന്ദ്രം നൽകണം എന്ന രീതിയിലേക്ക് വാദഗതികൾ ഉയരുന്നു. ഒപ്പം നിതിൻ ജയറാം ഗഡ്കരിക്കും. ഇപ്പോഴുള്ള BJPയുടെ അംഗസംഖ്യ പോലും ഒരുപക്ഷെ കുറയാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയാലും സംശയിക്കേണ്ട കാര്യമില്ല. അധികാരം മുഴുവൻ മോദിയും അമിത്ഷായും അടക്കി ഭരിക്കാം എന്നുള്ള ആ പഴയ ഫോർമുല നടക്കില്ല എന്ന് തന്നെ BJPക്കകത്ത് സംസാരം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾ തീരുമാനിക്കുന്നത് ഇരുവരും മാത്രമായിരിക്കില്ല എന്നും എല്ലാവരും കൂടി ചേർന്നുള്ള കൂട്ടായ പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. ശിവരാജ് സിംഗ് ചൗഹാനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന രാഷ്ട്രീയവാദം ഉയരുമ്പോഴാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസ്ഥാനം കൊടുത്ത് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ ജയറാം ഗഡ്കരിയെ വീണ്ടും ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയവാദമാണ് RSS പറയുന്നത്. RSS കൃത്യമായും പറയുന്നു ഗഡ്കരിക്കാണ് അതിനുള്ള ഏറ്റവും വലിയ യോഗ്യത. അദ്ദേഹം നേരത്തെ BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും BJPയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് ഗഡ്കരിയെ പോലൊരു നേതാവിന് ആ ചുമതല കൊടുക്കുന്നതാണ് അഭികാമ്യം എന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. എന്നാൽ മോദിയോ അമിത്ഷായോ ഈ കാര്യത്തിൽ ഒരു ഉചിതമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുവർക്കും സംതൃപ്തിപ്പെടുന്ന ഒരു തീരുമാനമല്ല ഇത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗഡ്കരിയുടെ രാഷ്ട്രീയ രീതികൾ വേറെയാണ് എന്ന് കൃത്യമായി അറിയാവുന്ന നരേന്ദ്രമോദിക്ക് ഗഡ്കരിയെ ഒരിക്കലും പിന്താങ്ങാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ നരേന്ദ്രമോദിയെ പാർലമെൻ്ററി പാർട്ടി നേതാവായി പ്രഖ്യാപിക്കുന്നതിൽ മുൻകൈയെടുത്തത് രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയുമായിരുന്നു എന്നുള്ളത് BJPയുടെ അജണ്ട തന്നെയായിരുന്നു. BJPക്കുള്ളിൽ ഒരു ചേരിതിരിവ് ഇല്ല എന്ന് വരുത്തി തീർക്കണം. എന്നാൽ അത് വരുത്തി തീർക്കൽ മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യത്തിൽ BJPക്കുള്ളിൽ പൊട്ടിത്തെറികൾ അനേകമാണ്. അധികാര വികേന്ദ്രീകരണം എന്ന രീതിയിലേക്ക് BJPക്കുള്ളിൽ തന്നെ വടംവലി നടക്കുന്നു. സഖ്യകക്ഷികളുടെ കാര്യം തന്നെ വിട്ടേക്കും. BJP ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നത് എത്ര നാൾ എന്നുള്ളത് വലിയ രീതിയിലുള്ള സംസാരമാണ്. 240-ൽ ഏകദേശം 60ഓളം MPമാർ അസ്വസ്ഥരാണ്. അവരുടെ കാര്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നത് വലിയ നഷ്ടം തന്നെയായിരിക്കും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിന് എത്ര നാൾ പോകാൻ കഴിയുമെന്നുള്ളത് കാണട്ടെ എന്ന് കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. ഒരുപക്ഷെ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു കൊല്ലത്തിന് വീണ്ടും പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത്രമാത്രം ശോചനീയമാണ് BJPക്കുള്ളിലെ പ്രശ്നങ്ങൾ.